ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഈ വ്ളോഗ് എന്ന് പറയുന്നത് 3 ദിവസത്തെ കാര്യങ്ങളെ കമ്പൈൻ ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇന്ന് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പുഡിംഗ് ആണ്. നോർമൽ പൈനാപ്പിൾ പുഡിംഗ് അല്ല. ഒരു കസ്റ്റേർഡ് പൈനാപ്പിൾ 3 ലെയർ പുഡിംഗ് എന്ന് പേരിടാം. ആദ്യം ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒരു മീഡിയം പീസാക്കി കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. കാരണം പൈനാപ്പിൾ വിളയിച്ചെടുക്കണം ആദ്യം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈനാപ്പിൾ വിളയിക്കലാണ്. അപ്പം അതിനായിട്ട് ഒരു പാനിലോട്ട് ഈ ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ നമ്മുടെ ആ ഒരു പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. കാരണം പൈനാപ്പിൾ കടിക്കാൻ കിട്ടണം. ചെറിയ ചെറിയ ബിറ്റ് പീസായിട്ട് കടിക്കാൻ കിട്ടാം. പക്ഷെ നമുക്ക് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാനും പാടാണ്. അത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പം അതാദ്യം പൈനാപ്പിൾ മാത്രം ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കുന്നില്ലായിരുന്നു. ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുക. എന്നിട്ട് പൈനാപ്പിളിനകത്തെ ഫുൾ വെള്ളവും വറ്റണം. അതാണ് ഇങ്ങനെയാണ് പൈനാപ്പിൾ വിളയിച്ചെടുക്കുന്നത് കേട്ടോ. അതിന് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോ ഇതിപ്പം പൈനാപ്പിളിലെ വെള്ളം ഒക്കെ മൊത്തം വറ്റിക്കഴിയുമ്പം അതിനകത്തോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇടണം. ആ മധുരത്തിനനുസരിച്ച് കേട്ടോ. ഇതിൻ്റെ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു മധുരം നിങ്ങൾക്ക് മധുരം ഭയങ്കരമായിട്ട് വേണമെങ്കിൽ പൈനാപ്പിളിന് ഇത് ഇത്രയും കറക്റ്റാണ് കേട്ടോ. ഒരു പൈനാപ്പിൾ ഒരു 1/2 കപ്പ് പഞ്ചസാര മതിയാവും. എന്നിട്ട് പഞ്ചസാര ഇടുമ്പോഴത്തേക്കും വീണ്ടും വെള്ളം ഇറങ്ങി വരും. അത് നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ആ വലിയ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അത് ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റി അത് സിമ്മിലാക്കുകയാണ്. എന്നിട്ട് പാല് ഞാൻ 1 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇപ്പം ഇട്ട് കൊടുത്തു. പക്ഷേ മധുരം പോരാൻ തോന്നിയിട്ട് ഞാനൊരു പിന്നെയും 1/4 കപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അപ്പം 1 ലിറ്റർ പാലിന് 1 കപ്പ് പഞ്ചസാര എന്ന് തന്നെ വെച്ചോളൂ. അപ്പം അത് അങ്ങനെ നന്നായിട്ടൊന്ന് ആ പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനിയും ഈ പാല് നമുക്കൊരു കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഈ പാലിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റിയെടുക്കുകയാണ് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ. എത്ര പാല് വേണമെന്ന് അങ്ങനെ ഫിക്സഡ് ഒന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പാല് മാറ്റിയെടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് 8 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇടുന്നത് കേട്ടോ. കസ്റ്റേർഡ് പൗഡർ എന്ന് പറഞ്ഞാൽ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡർ ഇടണം. വേറെ ഫ്ലേവേഴ്സ് പല ഫ്ലേവേഴ്സിലും കിട്ടും. അങ്ങനത്തെ മേടിക്കരുത്. വാനില ഫ്ലേവറാണ് നല്ലത് കേട്ടോ. ഞാൻ ഈ കസ്റ്റേർഡ് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് മേടിച്ചത്. ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. ഈ വാനില ഫ്ലേവർ. കാരണം വേറെ ഈ പിസ്ത അങ്ങനത്തെ പല ഫ്ലേവേഴ്സും ഉണ്ട്. അപ്പം വാനില ഫ്ലേവർ തന്നെയാണ് നല്ലത്. ശരിക്കും ഒരു റണ്ണിങ് ടെക്സ്ചറിലാണ് വേണ്ടി കുറച്ച് ഒഴുകി കിടക്കുന്ന ടെക്സ്ചറിലാണ് വേണ്ടെങ്കില് 1 ലിറ്റർ പാലിന് ഒരു 6 ടേബിൾ സ്പൂൺ മതി. പക്ഷേ കുറച്ച് ഒരു നല്ല സെറ്റായിട്ടിരിക്കണമെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് വേറൊന്നുമില്ല. ഇത് പാലിലോട്ട് അപ്പം ഞാൻ പാൽ അപ്പോഴേക്കും ഓഫാക്കി കേട്ടോ. ഓഫാക്കിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഒരു കൈ വെച്ച് ഒഴിക്കുക, മറ്റേ കൈ വെച്ച് ഇളക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പതുക്കെ എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഒഴിക്കരുത് കേട്ടോ. ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒഴിച്ചാൽ അപ്പം അങ്ങ് ഒറ്റ കട്ടയാവും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കുറച്ച് ഒഴിക്കുക, ഇളക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ കട്ടിയായി കട്ടിയായി വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഓഫാക്കിയിട്ട് ഒഴിച്ചത്. കറക്റ്റ് കൺസിസ്റ്റൻസിയും കറക്റ്റ് ടെക്സ്ചറും ആയിരിക്കും കേട്ടോ ലാസ്റ്റ് വരുന്നത്. ഈ കറക്റ്റ് 1 ലിറ്റർ പാലും 8 ടേബിൾ സ്പൂൺ കൂമ്പാരമാക്കിയല്ല നോർമൽ 8 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കാരണം കട്ട ഇല്ലാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഒരു ഫോർക്കായാലും മതി. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ നല്ലത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നല്ലൊരു ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി അതൊന്ന് മാറ്റി വെക്കുക. അപ്പം ഈ 2 പണി കഴിഞ്ഞു. നമ്മുടെ മെയിൻ പരിപാടികൾ കുക്കിംഗ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പൈനാപ്പിൾ വിളയിച്ചത് ഓഫാക്കി. ഇനിയും ഇവിടെ കസ്റ്റേർഡും നന്നായിട്ട് ഇളക്കി 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 അതിൻ്റെ കട്ട അടി ചേർത്ത് ഇളക്കുക. കാരണം അടിയിലൊക്കെ ആയിരിക്കും ഇത് കട്ട ഉണ്ടയായിട്ട് പോയിരിക്കുക. അപ്പം അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതും എടുക്കുക. ഇനിയും ഇതൊന്ന് ലെയർ ചെയ്യൽ പരിപാടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എക്സ്ട്രാ മധുരം കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ പഞ്ചസാര ചേർത്തായിരുന്നെന്ന്. ആ പഞ്ചസാര ചേർക്കുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ 1/4 കപ്പ് ചേർത്തിട്ട് പിന്നെ ഒരു 1/4 കപ്പും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് നോക്കി നോക്കി ചേർത്ത് മൊത്തം 1 കപ്പ് വേണം കേട്ടോ 1 ലിറ്റർ പാലിന്. പിന്നെ ഇനിയും ചേർക്കാൻ പോകുന്നത് അടിയിലത്തെ ലെയർ ഞാൻ 3 ലെയർ എന്ന് പറഞ്ഞു. അടിയിലത്തെ ലെയർ എന്ന് പറയുന്നത് ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ആരോ റൂട്ടാണ് ഞാൻ പണ്ടേ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമുക്കൊരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ ലോട്ടസ് ബിസ്ക്കറ്റ് എടുക്കാം. ഇതും ഓൺലൈൻ തന്നെ മേടിച്ചാണ്. കടയിലൊന്നും പോയി മേടിച്ചില്ല. ലോട്ടസ് ബിസ്ക്കറ്റ് അടിയിലൊന്ന് ഫുള്ളായിട്ട് നല്ലപോലെ കവർ ചെയ്യുന്ന പോലെ ഒറ്റ ലെയറേ ചെയ്തിട്ടുള്ളൂ.
നല്ലപോലെ കവർ ചെയ്യുന്ന പോലെ ലെയർ ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയ ലെയർ കസ്റ്റർഡ് ഒഴിക്കുക. ഒരു ഒത്തിരി തിക്കാവരുത്. കുട്ടി ലെയർ മാത്രം ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തി സ്പൂണിൻ്റെ ഒരു തവിയുടെ പുറവശം വെച്ചിട്ട് വല്ലതും ഒന്ന് പരത്തി എല്ലായിടത്തും ആക്കി കൊടുക്കുക, കുഞ്ഞ് ലെയർ. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് ഈ പൈനാപ്പിൾ വിളയിച്ചയില്ലേ, അത് ബിസ്ക്കറ്റിൻ്റെ പുറത്തോട്ട് ഡയറക്റ്റ് ഇടരുത് കേട്ടോ, പൈനാപ്പിൾ വിളയിച്ച. കാരണം ബിസ്ക്കറ്റ് ഒന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആവണമെങ്കിൽ ആദ്യം കസ്റ്റേർഡ് ഇട്ടാലേ അതിൻ്റെ ഒരു ടെക്സ്ചർ ശരിയാവത്തുള്ളൂ. അപ്പം ബിസ്ക്കറ്റിൻ്റെ പുറത്തോട്ട് ആദ്യം കസ്റ്റേർഡ് ഇടുക, പിന്നെ പൈനാപ്പിൾ വിളയിച്ചത് സ്പ്രെഡ് ചെയ്യുക. പിന്നെ വീണ്ടും അതിൻ്റെ പുറത്തോടെ കസ്റ്റേർഡ് വീണ്ടും ലെയർ ചെയ്യുക. അപ്പോൾ ശരിക്കും 4 ലെയർ ഉണ്ടല്ലേ, 3 ലെയർ അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നാലും 3 ലെയറിലാണല്ലോ ഡിഫറെൻറ്റ് സംഭവങ്ങളുള്ളത്. അതുകൊണ്ട് നമുക്ക് 3 ലെയർ എന്ന് പേരിടാം തൽക്കാലം. എന്നിട്ട് വീണ്ടും കസ്റ്റർഡ് ഒഴിക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇതെല്ലാം എന്നിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് തവിയുടെ പുറവശം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് 2 പാത്രത്തിൽ സെറ്റ് ചെയ്തായിരുന്നു. ഒരു പാത്രത്തിൽ ഞാൻ നട്ട്സ് ഒക്കെ പുറത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തു. ഈ വലിയ പാത്രത്തിൽ അത് ചെയ്തില്ല. കാരണം ഫസ്റ്റ് വലിയ പാത്രത്തിലുള്ളത് മുരളിയേട്ടൻ്റെ ചേച്ചി യുടെ മോള് മീനാക്ഷിയും ഹസ്ബൻഡും വാവയൊക്കെ വരുന്നുണ്ട്. അപ്പം മീനാക്ഷിയുടെ ഹസ്ബൻഡിന് നട്ട്സ് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് നട്ട്സ് ഇട്ടില്ല. മറ്റേ ചെറിയ പാത്രത്തിൽ നട്ട്സ് ഇട്ടു. അത് രശ്മിയും ഗിരിച്ചേട്ടനും മോള് ഭദ്രയും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് നട്ട്സ് ഇട്ടു. അപ്പം നട്ട്സ് ഇഷ്ടമാണെങ്കിൽ നട്ട്സ് ഇങ്ങനെ ആൽമണ്ട് ഫ്ലേക്സോ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ പുറത്തിടാം. അല്ലെങ്കിൽ ചെറിയ എന്ത് വേണേലും ഇടാം കേട്ടോ. അങ്ങനെ ഇഷ്ടത്തിന് എന്ത് വേണേലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ആൽമണ്ട് ഫ്ലേക്സ് ഉണ്ടായിരുന്നു. അപ്പം മറ്റേതിൽ ഇട്ടില്ല, ഇതിൽ മാത്രം ഇട്ടു. അങ്ങനെ അത് കംപ്ലീറ്റ് സെറ്റായി. ചൂട് മാറിക്കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക. ഇത് തലേദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അന്ന് തന്നെ ഉണ്ടാക്കാനിരിക്കരുത്. നമ്മൾ എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ എപ്പോഴും തലേദിവസം ഉണ്ടാക്കുക. പിന്നെ ഈ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ആകെ പുഡിംഗ് മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ഫുഡൊക്കെ ഞാൻ കേറ്ററിംഗ് പറയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയാം. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയായിരുന്നു. ഈ WD വെച്ചിട്ട് ഈ കബേർഡ്സിൻ്റെയൊക്കെ ഹാൻഡിലില്ലേ, അതിങ്ങനെ കുറച്ച് ഡിസ്കളറേഷനായി കുറച്ചൊന്ന് കളർ മാറിയിരിക്കുമല്ലോ. അത് ഈ WD വെച്ചിട്ട് ഒരു ടിഷ്യൂവിൽ സ്പ്രേ ചെയ്ത് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ, ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ആയാലും മതി കേട്ടോ. നന്നായിട്ട് അത് ഒന്ന് നല്ല പളപള ഷൈനി ആയിട്ട് വരും. പാടുകളൊക്കെ മാറും കേട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. കാരണം വെള്ളമൊക്കെ തെറിച്ചിട്ട് വല്ലാത്ത ഒരു പാടായി കാണും. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ആ പാടൊക്കെ കുറച്ചൊന്ന് മാറി നന്നായിട്ടിരിക്കും. അങ്ങനെ കിച്ചണിൽ ആ പണികൾ ചെയ്തു. പിന്നെ ഇത് വാഷ് ബേസിൻ അല്ലെങ്കിൽ സിങ്ക് ടാപ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനും നല്ലതാണ് കേട്ടോ. ഈ ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിൻ ടാപ്പ് പ്രത്യേകിച്ചത് നമുക്ക് നന്നായിട്ടിരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പം നല്ലൊരു കളർ ചേഞ്ച് വന്നു. ഞാനത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. ഇത് ഇത്രയും പളപളയല്ല കേട്ടോ നേരത്തെ ഇരുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പോയാലേ ഇത്രയും നല്ലൊരു ഷൈനി എഫക്റ്റ് വരുള്ളൂ. ഒരു 3, 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അത് അങ്ങനെ ഇരിക്കും കേട്ടോ. ഒത്തിരി വൃത്തികേടൊന്നും ആയില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. പിന്നെ ഈ അതിൻ്റെ പുറത്തോട്ട് വാഷ് ബേസിനൊക്കെ കഴുകുന്ന പോലെ ഇരിക്കാതെ വൃത്തികേടാവുന്നതും ആകാത്തതും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷീറ്റ് മാറ്റൽ പരിപാടിയാണ്. അവരുടെ ഗസ്റ്റ് റൂമിലാണ് ഷീറ്റ് മെയിനായിട്ട്. രശ്മിയും കിരിച്ചേട്ടനൊക്കെ ഇവിടെ സ്റ്റേ ഉണ്ട് 2 ദിവസം. അപ്പോൾ അവിടുത്തെ ഷീറ്റ് മാറ്റണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിലേയും കൂടെ അങ്ങ് മാറ്റി. അങ്ങനെ ഇത് ഞാൻ എക്സിബിഷന് പോയപ്പം മേടിച്ച ഷീറ്റാണ് കേട്ടോ. അത് പനമ്പള്ളി നഗറിലെ കോസി COZY കോസി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പാണ്. അപ്പം എനിക്ക് വിരിച്ചപ്പം നല്ല ഷീറ്റായിട്ട് തോന്നി കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിട്ട് തോന്നി. അവർ പറഞ്ഞത് കളർ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. പനമ്പള്ളിയിൽ കോസി എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ. പ്രൈസ് 750 ആയിരുന്നു ഈ ബെഡ്ഷീറ്റ്. അപ്പോൾ എനിക്ക് പ്രൈസും നല്ല റീസണബിൾ ആയിട്ട് തോന്നി. ഒരു അറ്റമൊക്കെ ഇങ്ങനെ വേറൊരു ഇതിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഷീറ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടെക്സ്ചർ അല്ല, ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഇങ്ങനെ ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഷീറ്റ്സ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം 750ക്ക് നല്ലതായിട്ട് തോന്നി. കട്ടിയുള്ള തുണിയാണ്. അതാണ് അതിൻ്റെ ഇത് പ്രത്യേകത. പക്ഷേ ഈ ഷീറ്റാണെങ്കിൽ ഞാൻ 2300 2500 എങ്ങാണ്ട് കൊടുത്ത് വേറൊരു ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ്. ആ ഷീറ്റ് കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. പക്ഷേ അതിന് അത്രയും കട്ടിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ചുളുങ്ങിപ്പോവും. ലേസൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭംഗി, ഗസ്റ്റ് വരുമ്പോൾ വിരിക്കാൻ നല്ലതാണ്. നമ്മുടെ ഡെയിലി യൂസിനൊന്നും പറ്റില്ല. അങ്ങനെ. പിന്നെ ആ ഷോപ്പിൻ്റെ പേര് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇതും ആ എക്സിബിഷനിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. ആ റെഡ് ടവല് നല്ല രസമല്ലേ, കുട്ടി കുട്ടി ടവൽസ്. പിന്നെ വാഷ് ബേസിനിൽ തന്നെ ടിഷ്യൂ സ്റ്റാൻഡിൽ ടിഷ്യൂസൊക്കെ മടക്കി വെച്ചു. ഇത് ഞാൻ പണ്ട് ഐക്യയിൽ മേടിച്ചുകൊണ്ട് വന്ന ടിഷ്യൂ ആണ്. അതിപ്പോഴും ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ചേക്കുകയാണ്. ഇവിടെ ഇങ്ങനത്തെ കിട്ടുമായിരിക്കും. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഈ ടൈപ്പ് ടിഷ്യൂ. അങ്ങനെ ആ ഏരിയ ഞാൻ നല്ല ഇതാക്കി. പിന്നെ ഗസ്റ്റ് ബെഡ്റൂമിലെ ബാത്റൂം, വാഷ്റൂം ഒന്ന്
ടവലൊക്കെ ഇട്ട് ഒന്ന് പുതിയ ടവലൊക്കെ ഇട്ട് നന്നാക്കി വെക്കൽ പരിപാടിയാണ്. അത് ചെയ്തു. എൻ്റെ തോളത്തിരിക്കുന്ന ടവലും മറ്റേ ചെറിയ ടവലിന്റെ കൂടെ മേടിച്ചതാണ്. ഇങ്ങനത്തെ അതിനെന്തോ ഒരു പ്രിന്റിന്റെ പേര് പറയല്ല. പ്രിന്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ ഒരു ആ പ്രിന്റിലുള്ള തോർത്ത്. ചെറിയതല്ല വലിയ തോർത്ത് കുളിക്കുന്ന അങ്ങനെ 2 തോർത്തുകളിട്ടു. പിന്നെ ഒരു ബാത്റൂം ഈ പെർഫ്യൂം സാഷേസ് ഇല്ലേ? അതും ഓൺലൈൻ തന്നെ മേടിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇങ്ങനത്തെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങളുടെ റൂമിൽ ഞാൻ ഇട്ടായിരുന്നു ഇങ്ങനത്തെ സാഷേസ്. ഒരു സാഷെ പുതിയത് എടുത്തതാണ്. അത് ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. അത് കുറേ നാളായി. പഴയതാണ്. അത് മണപ്പിച്ച് നോക്കിയപ്പോൾ വലിയ മണമില്ല. പിന്നെ അത് ഞാനാ ഇപ്പ ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനത് മാറ്റി കേട്ടോ. ഇപ്പ ഇട്ട സാഷെ ഒരു ഷോപ്പീന്ന് മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു 2 മാസം കഴിഞ്ഞു. അപ്പൊ അതിന്റെ മണമൊക്കെ പോയി. പൊട്ടിച്ചില്ലേലും മണം പോകുമെന്ന് ഞാൻ ആദ്യമായിട്ടാ അറിയുന്നത്. പിന്നെ ഞാൻ വേറൊരു സാഷെ കൊണ്ടിട്ടു. പിന്നെ അതേപോലെ ബാത്റൂം മാറ്റ്സ്. ഇത് അല്ലേലും ഞാൻ ഗസ്റ്റ് വരുന്നോണ്ട് മാറ്റിയതല്ല. മറ്റേ മാറ്റ് മേടിച്ചിട്ട് ഒരു 4 വർഷത്തിൽ കൂടുതലായി. അത് മാറ്റാനിരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അത് ചെളി പിടിച്ച് 2, 3 പ്രാവശ്യം വാഷ് ചെയ്ത് 2, 3 പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം വാഷിംഗ് മെഷീനിലിട്ടൊക്കെ വാഷ് ചെയ്ത് അങ്ങ് ചെളി പിടിച്ച് നാശമായി. അപ്പം പുതിയ 2 മാറ്റ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ ഇട്ടില്ല. അപ്പം അതും ഇപ്പം അങ്ങ് ഇട്ടു. 2 ബെഡ്റൂമിലും മറ്റേ ബാത്റൂം അത് തന്നെ വാഷ്റൂം മാറ്റൊക്കെ ഇട്ടു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് പ്ലേറ്റ്സ് ഒക്കെ എടുത്തൊന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു. ഇതിപ്പം ഗസ്റ്റ് വരുന്നതിന്റെ അന്ന് രാവിലെയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് ഇത്. അന്ന് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. രാവിലെ ഒന്ന് എവിടെയാ പോയത്? നമ്മുടെ എടപ്പള്ളി ഗണപതി അമ്പലത്തിലൊക്കെ പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സോഷ്യൽ കിച്ചണീന്ന് കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നെ. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പ്ലേറ്റ്സൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു. കാരണം അന്ന് ഉച്ചയ്ക്കാണല്ലോ അവരെല്ലാം വരുന്നത്. അവിടെ വന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എല്ലാവരും ഉള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. പിന്നെ കുറച്ച് 2, 3 ഫോട്ടോസ് മാത്രമുണ്ട്. അന്നും അതിന്റെ പിറ്റേന്നും ഒക്കെ പിറ്റേന്ന് അച്ഛന്റെ അമ്മയുടെ അടുത്തെല്ലാം ചേർന്ന് അങ്ങനെ അങ്ങനെ കുറച്ച് 1, 2 ഫോട്ടോസുണ്ട്. അപ്പോഴത്തേക്കും ലഞ്ച് ഞാൻ പറഞ്ഞില്ലേ കേറ്ററിംഗ് ആണ് പറഞ്ഞിരുന്നതെന്ന്. സൂപ്പർ ഫുഡാണ് കേട്ടോ. ചിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേറ്ററിംഗ് ഇതാണ്. ചിൻസ് കിച്ചൺ എന്നാണ് കേട്ടോ ഈ കേറ്ററിംഗ് ന്റെ പേര്. പക്ഷെ സൂപ്പർ ഫുഡായിരുന്നു. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് ടേസ്റ്റ് തന്നെ. പക്ഷെ നല്ലൊരു എക്സലന്റ് ടേസ്റ്റ്. എനിക്ക് ഹോട്ടലിൽ നിന്ന് വേണംന്നില്ലായിരുന്നു. പക്ഷേ വീട്ടിലുണ്ടാക്കിയ ടേസ്റ്റ് വേണം എനിക്കുണ്ടാക്കാനും വയ്യായിരുന്നു. ടൈമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ മുഗളായി, ബട്ടർ റൈസ്, പാൽ കപ്പ, മീൻ പറ്റിച്ചത്. അപ്പം ഞാന് അവര് കൊണ്ടുവന്ന് കഴിഞ്ഞ് ചിക്കൻ ബാക്കിയെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്തു. അവര് പറഞ്ഞു എല്ലാം ഹീറ്റ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് മാത്രം എല്ലാം കൂടെ ഫുൾ എടുത്തില്ല. ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്തു. എക്സലന്റ് ടേസ്റ്റ് ആയിരുന്നു. ഞാനത് വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. ഒരു ഹസ്ബൻഡും വൈഫും കൂടെ നടത്തുന്നത്. എനിക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത ദിവസം രശ്മിയും ഗിരിച്ചേട്ടനും വന്നു കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ പിന്നെ ഗുരുവായൂരൊന്ന് രാവിലെ പോയി വൈകിട്ട് വന്നു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.